ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ദ റിലേഷൻ ബിറ്റ്വീൻ ബാങ്കർ ആൻഡ് കസ്റ്റമർ. ദ റിലേഷൻ ബിറ്റ്വീൻ ബാങ്കർ ആൻഡ് കസ്റ്റമർ, അതായത് ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ബാങ്കർ ആൻഡ് എ കസ്റ്റമർ മേ ബി ഡിവൈഡഡ് ഇൻറ്റു ടു ടൈപ്സ്. അതായത് ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് ജനറൽ ലീവ് ആൻഡ് രണ്ടാമത്തത് സ്പെഷ്യൽ റിലേഷൻഷിപ്പ്. ഒന്നാമത്തത് എന്തോന്നാണ്? ജനറൽ റിലേഷൻഷിപ്പ്. രണ്ടാമത്തത് സ്പെഷ്യൽ റിലേഷൻഷിപ്പ്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ബാങ്കർ ആൻഡ് എ കസ്റ്റമർ മേ ബി ഡിവൈഡഡ് ഇൻറ്റു ടു ടൈപ്സ്. ഒന്ന് ജനറൽ റിലേഷൻഷിപ്പ്, രണ്ട് സ്പെഷ്യൽ റിലേഷൻഷിപ്പ്. ഒന്നാമത്തേൽ നോക്കാം. എന്താണ് ദ ജനറൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ബാങ്കർ ആൻഡ് എ കസ്റ്റമർ? ജനറൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ബാങ്കർ ആൻഡ് എ കസ്റ്റമർ മേ ബി സബ് ഡിവൈഡഡ് ഇൻറ്റു ടു. അപ്പോൾ ആദ്യം ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ജനറൽ റിലേഷൻഷിപ്പും പിന്നൊന്ന് സ്പെഷ്യൽ റിലേഷൻഷിപ്പും. പിന്നെയും ഈ ജനറൽ റിലേഷൻഷിപ്പിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രൈമറി ജനറൽ റിലേഷൻഷിപ്പ് ആൻഡ് സബ്സിഡറി ജനറൽ റിലേഷൻഷിപ്പ്. എന്താണ് പ്രൈമറി ജനറൽ റിലേഷൻഷിപ്പ് ആൻഡ് സബ്സിഡറി ജനറൽ റിലേഷൻഷിപ്പ്? പ്രൈമറി ജനറൽ റിലേഷൻഷിപ്പ്, അതായത് റിലേഷൻഷിപ്പ് ഓഫ് ഡെബ്റ്റർ ആൻഡ് ക്രെഡിറ്റർ. ഡെബ്റ്റർ ആൻഡ് ക്രെഡിറ്റർ നമുക്ക് നോക്കാം. ദ പ്രൈമറി ജനറൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ബാങ്കർ ആൻഡ് എ കസ്റ്റമർ സ്റ്റാർട്ട്സ് ഫ്രം ദ ടൈം ദ കസ്റ്റമർ ഓപ്പൺസ് എ ബാങ്ക് അക്കൗണ്ട് ബൈ ഡിപ്പോസിറ്റിംഗ് മണി. ഇറ്റ് arises from a contract between the banker and a customer. As it is a contractual relationship, it is governed by the various terms of agreement between the two parties. അതായത് പ്രൈമറി ജനറൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ബാങ്കർ ആൻഡ് കസ്റ്റമർ എവിടെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒരു കസ്റ്റമർ ആ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് മണി ഡിപ്പോസിറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ദ പ്രൈമറി ജനറൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ബാങ്കർ ആൻഡ് എ കസ്റ്റമർ സ്റ്റാർട്ട് ഫ്രം ദ ടൈം ദ കസ്റ്റമർ ഓപ്പൺസ് എ ബാങ്ക് അക്കൗണ്ട് ബൈ depositing money. It arises from a contract between the banker and customer. അവിടെ തൊട്ട് ഈ ഒരു ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള ആ ഒരു കോൺട്രാക്റ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. As it is a contractual relationship, ഇതൊരു കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് ഗവേൺഡ് ബൈ ദ വേരിയസ് ടേംസ് ഓഫ് എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ ടു പാർട്ടീസ്. അതിന് ആ ഒരു കോൺട്രാക്റ്റിനെ ഗവേൺ ചെയ്യുന്നത് ഇവർ തമ്മിലുള്ള, അതായത് കസ്റ്റമറും ബാങ്കറും തമ്മിലുള്ള ആ ഒരു എഗ്രിമെന്റ് വെച്ചിട്ടാണ്. അപ്പം ഒന്നാമത്തെ പാരഗ്രാഫ് ഓക്കെ ആയി. രണ്ടാമത്തത് when a banker receives deposits of money from a customer he becomes a debtor. അതായത് ഒരു കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ബാങ്കർ മണി വാങ്ങുമല്ലോ, അപ്പോൾ ബാങ്കർ ആരായി? അവിടെ കസ്റ്റമർ ആരായി? ഡെപ്റ്ററായി. ഓക്കെ. when a banker receives deposits of money from a customer he becomes debtor. ആര് ഡെപ്റ്ററായി? ബാങ്കർ ഡെപ്റ്ററായി. ഡെപ്റ്റർ നമ്മുടെ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുമ്പോൾ ബാങ്കർ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുമ്പോൾ ബാങ്കർ ആരായി? ഡെപ്റ്ററായി. when a banker receives deposits of money from a customer he becomes a debtor. അതുപോലെ തന്നെ the relation of a banker and a customer is primarily that of debtor and creditor. അതായത് primarily എന്ന് പറയുമ്പോൾ എന്താണ്? ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ റിലേഷൻഷിപ്പ് ആണ്. എ ബാങ്കർ ഈസ് നോട്ട് എ ബെയിലി ഓർ എ ട്രസ്റ്റി ഓർ എൻ ഏജന്റ് ഓഫ് കസ്റ്റമേഴ്സ് മണി ഡിപ്പോസിറ്റഡ് വിത്ത് ഹിം. ഇപ്പോൾ കസ്റ്റമറിന്റെ പൈസ ഈ ബാങ്കറിന്റെ കയ്യിൽ ഡിപ്പോസിറ്റ് ആയെന്നും പറഞ്ഞ് ബാങ്കർ ഒരിക്കലും ഒരു ബെയിലിയോ അല്ലെങ്കിൽ ഒരു ട്രസ്റ്റിയോ ഒരു ഏജന്റോ ആകത്തില്ല. എ ബാങ്കർ ഈസ് നോട്ട് എ ബെയിലി ഓർ ട്രസ്റ്റി ഓർ ഏജന്റ് ഓഫ് കസ്റ്റമേഴ്സ് മണി ഡിപ്പോസിറ്റഡ് വിത്ത് ഹിം. അപ്പോൾ നമ്മൾ രണ്ട് പാരഗ്രാഫ് നോക്കി, പ്രൈമറി ജനറൽ റിലേഷൻഷിപ്പ്. ഇനി നമ്മൾ അതിലൊരു കേസാണ് നോക്കാൻ പോകുന്നത്. ഇനി ശാന്തി പ്രസാദ് വൈസസ് ഡയറക്റ്റ് എൻഫോഴ്സ്മെന്റ്. എന്തുവാണ്? ശാന്തി പ്രസാദ് വൈസസ് ഡയറക്ടർ ഓഫ് എൻഫോഴ്സ്മെന്റ്. ശാന്തി പ്രസാദ് വൈസസ് ഡയറക്ടർ ഓഫ് എൻഫോഴ്സ്മെന്റ്. അപ്പോൾ നമ്മൾ എക്സാമിന് ഈ സംഭവങ്ങളൊക്കെ എഴുതുമ്പോൾ ഈ കേസിന്റെ പേരെങ്കിലും എഴുതാൻ മറന്നു പോകരുത്. ഇൻ ശാന്തി പ്രസാദ് വൈസസ് ഡയറക്ടർ ഓഫ് എൻഫോഴ്സ്മെന്റ്. The court held that the relation in case of deposits by a customer with a bank is that of a debtor and creditor and not for a trustee and beneficiary. അപ്പോൾ ഈ ഒരു കേസിൽ എന്താണ് കോടതി പറഞ്ഞത്? ഇപ്പോൾ ഒരാൾ പൈസ ഡിപ്പോസിറ്റ് ചെയ്തെന്നും പറഞ്ഞ് കസ്റ്റമറിന് ബാങ്കർ എന്താകത്തില്ല? ഒരു ട്രസ്റ്റിയോ ബെനിഫിഷ്യറിയോ ഒന്നും ആവത്തില്ല. ക്രെഡിറ്റർ ആൻഡ് നോട്ട് ഓഫ് എ ട്രസ്റ്റി ആൻഡ് ബെനിഫിഷ്യറി. അതാണ് ശാന്തി പ്രസാദ് വൈസസ് ഡയറക്ടർ ഓഫ് എൻഫോഴ്സ്മെന്റ്. എന്താണ് കേസിന്റെ പേര്? ശാന്തി പ്രസാദ് വൈസസ് ഡയറക്ടർ ഓഫ് എൻഫോഴ്സ്മെന്റ്.
എൻഫോഴ്സ്മെൻറ്റ്, ശാന്തി പ്രസാദ് വൈസസ് ഡയറക്ടർ ഓഫ് എൻഫോഴ്സ്മെൻറ്റ്. ഏതിൽ വരുന്നതാണ്? നമ്മുടെ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബാങ്കർ ആൻഡ് കസ്റ്റമറിലെ പ്രൈമറി ജനറൽ റിലേഷൻഷിപ്പിൽ വരെയാണ് ഈ ഒരു കേസ്. ശാന്തി പ്രസാദ് വൈസസ് ഡയറക്ടർ ഓഫ് എൻഫോഴ്സ്മെൻറ്റ്. ഓക്കെ, അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ ഇൻ ഫോളി വൈസസ് ഹിൽ 1848. പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. FOLEY, ഫോളെ വൈസസ് ഹിൽ 1848. The court held that when money is paid into the bank by the customer, it ceases altogether to be the money of the customer. It becomes the money of the banker. അതായത് ഈ ഒരു കേസിൽ കോടതി പറയുന്ന പറഞ്ഞാൽ ഇപ്പോൾ മണി ഈസ് പെയ്ഡ് ഇൻ ടു ദ ബാങ്ക്, ബാങ്കിൽ നമ്മൾ കസ്റ്റമർ പൈസ ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ മണി പിന്നെ ആ ഒരു ബാങ്കിനുള്ളതാണ്. ഇറ്റ് ബിക്കംസ് ദ മണി ഓഫ് ദ ബാങ്കർ. ആ പൈസ പിന്നെ ബാങ്കറിനുള്ളതാണ്. ദ ബാങ്കർ ഈസ് ബൗണ്ട് ടു റീപേ ഈക്വലന്റ് സം ഓഫ് മണി ഡിപ്പോസിറ്റഡ് വിത്ത് ഹിം വെൻ ദ കസ്റ്റമർ ഡിമാൻഡ്. അപ്പോൾ ഇത് ഡിപ്പോസിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ പൈസ ആരുടെ സ്വന്തമാണ്? നമ്മുടെ ബാങ്കറിൻ്റെ സ്വന്തമാണ്. പിന്നെ ബാങ്കർ എന്ത് ചെയ്യണം? റീപേ ചെയ്യണം. ആരെ? കസ്റ്റമർ ഡിപ്പോസിറ്റ് ചെയ്ത എല്ലാ മണിയും ഇപ്പോൾ തിരിച്ചു വേണമെന്ന് പറഞ്ഞ് ഡിമാൻഡ് ചെയ്ത പൈസ എന്ത് ചെയ്യണം? റീപേ ചെയ്യണം. അതാണ് ഇൻ ഫോളി വൈസസ് ഹിൽ 1848 കേസിൽ പറയുന്നത്. Then the general relation in case of deposits by a customer with a bank is that of a debtor and creditor. അത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് ഒരു ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള ഒരു ജനറൽ റിലേഷൻ എന്ന് പറയുന്നത് ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ ആണ്. When a banker accepts deposits of money from a customer, the banker becomes a debtor and the customer becomes a creditor. അതായത് ഒരു ബാങ്കിൽ പോയി ഒരു കസ്റ്റമർ പൈസ ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്കർ ഡെപ്റ്ററും ഈ കസ്റ്റമർ ക്രെഡിറ്ററുമായിട്ട് മാറുന്നു. The money deposited by the customer ceases to the money of the customer and becomes the absolute property of the banker. അതായത് ഇപ്പോൾ മണി കസ്റ്റമർ പൈസ ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു പൈസയുടെ മുഴുവൻ അബ്സല്യൂട്ട് ഇത് യൂസിങ് ആരാണ്? ബാങ്കർ ആയിരിക്കും. അയാൾക്കാണ് ആ പൈസയുടെ ഫുൾ ഉത്തരവാദിത്വം. ആസ് ദ ഓണർ ഓഫ് ദ മണി, ദ ബാങ്കർ ക്യാൻ ഡീൽ വിത്ത് ദ മണി ഇൻ എനി വേ ഹി ലൈക്സ്. അപ്പോൾ ഇങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്ത മണി ബാങ്കറിന് സ്വന്തമാണല്ലോ. അപ്പോൾ അയാളുടെ സ്വന്തമായിട്ടുള്ള പൈസ എന്ത് കാര്യത്തിന് വേണ്ടി അയാൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ആ പൈസ യൂസ് ചെയ്യാം. മീൻസ് പുറത്തല്ല, ബാങ്കിനകത്ത്. ഹിസ് ഒൺലി ഒബ്ലിഗേഷൻ ടുവേർഡ്സ് ദ കസ്റ്റമർ ഈസ് ദാറ്റ് ഹി ഷുഡ് റിട്ടേൺ ടു ദ കസ്റ്റമർ ആൻ എമൗണ്ട് ഈക്വൽ ടു ദ എമൗണ്ട് ഡിപ്പോസിറ്റഡ് ടുഗദർ വിത്ത് ഇൻട്രസ്റ്റ് ഇഫ് എനി ഓൺ ഡിമാൻഡ്. ഈ ബാങ്കറിൻ്റെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ ഒരു കസ്റ്റമർ പൈസ ഫുൾ എമൗണ്ടും റീപേ ചെയ്യാൻ പറയുമ്പോഴത്തേക്കും എത്ര രൂപയാണോ അടച്ചത് ആ ഈക്വൽ എമൗണ്ടും പിന്നെ അതിൻ്റെ ഇൻട്രസ്റ്റുമായിട്ട് അയാൾ ഡിമാൻഡ് ചെയ്യുമ്പം തിരിച്ചു കൊടുക്കണം. അതാണ് ഒരു ബാങ്കറിൻ്റെ കടമ. അടുത്തൊരു കേസാണ് ഇൻ ITO വൈസസ് ഷാജഹാൻ. ഈ കേസ് ITO വൈസസ് ഷാജഹാൻ. The court held that money deposited in an account in a bank would belong to the banker. The bank has full control and right to use the money as it like it. The bank is obliged to honor only a property drawn up check. ബാങ്ക് അത് നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ്. അതായത് ഒരു കസ്റ്റമർ അയാൾ ഡിപ്പോസിറ്റ് ചെയ്ത മണി ബാങ്കറിൻ്റെ നിന്ന് തിരിച്ച് ഒരു ഡിമാൻഡ് ചെയ്ത് എനിക്കിതെല്ലാം വേണമെന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം? ഇയാൾ തിരിച്ചു കൊടുക്കണം, ബാങ്കർ കൊടുക്കണം. ദ ബാങ്ക് ഈസ് ഒബ്ലിജ്ഡ് ടു ഹോണർ ഒൺലി എ പ്രോപ്പർലി ഡ്രോൺ അപ്പ് ചെക്ക്. എന്തോ ഒരു ചെക്ക് മാത്രം നമ്മൾ പൂരിപ്പിച്ച് കൊടുക്കണം, അത്രേ ഉള്ളൂ. ITO വൈസസ് ഷാജഹാൻ എന്ന കേസാണ് ഇത്. അടുത്ത പോയിന്റ് നോക്കാം. When a customer takes a loan from a banker, the customer becomes the debtor and the banker becomes the creditor. നേരത്തെ നമ്മൾ പഠിച്ചതെന്ന് പറഞ്ഞാൽ ബാങ്കറിൻ്റെ കയ്യിൽ നമ്മൾ ആ കസ്റ്റമർ ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്കർ ഡെപ്റ്ററും കസ്റ്റമർ ക്രെഡിറ്ററും ആവുന്നു. ഇവിടെ എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ലോണൊക്കെ എടുക്കുകയാണെങ്കിൽ, അതായത് ഒരു കസ്റ്റമർ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണെങ്കിൽ കസ്റ്റമർ ഡെപ്റ്ററും ബാങ്കർ എന്തായിട്ട് മാറും? ക്രെഡിറ്ററായിട്ട് മാറും. കൊടുക്കുന്ന ആൾ ക്രെഡിറ്ററായിട്ട് മാറും. അങ്ങനെയാണ് ആ ഒരു കാര്യം. അടുത്ത പോയിന്റ്, എ ബാങ്കർ ദോ എ ഡെപ്റ്റർ ഈസ് കൺസിഡർഡ് ടു ബി എ ഡിഗ്നിഫൈഡ് ഡെപ്റ്റർ ബിക്കോസ് ഓഫ് സം യുണീക് ഫീച്ചേഴ്സ് ഓഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ബാങ്കർ ആൻഡ് ദ കസ്റ്റമർ. അടുത്ത് നോക്കാം. ദ ഫോളോയിങ് ആർ ദ യുണീക് ഫീച്ചേഴ്സ് ഓഫ് ഡെപ്റ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ബാങ്കർ ആൻഡ് കസ്റ്റമർ. എന്താണ് അവരുടെ
യുണീക്ക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്താണ്? ഡെപ്റ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ബാങ്കർ ആൻഡ് എ കസ്റ്റമർ. ഒന്നാമത്തത്, എ ബാങ്കേഴ്സ് ബോറോയിങ് ഫ്രം എ കസ്റ്റമർ ത്രൂ എ ഡെപ്റ്റ് ഈസ് നോൺ ബൈ എ ഡിഗ്നിഫൈഡ് നെയിം ഡിപ്പോസിറ്റ്. അതായത് ഒരു ബാങ്കേഴ്സ് കസ്റ്റമറിൽ നിന്ന് ബോറോ ചെയ്യുന്ന ആ ഒരു ഡെപ്റ്റിനെ ഡിഗ്നിഫൈഡ് നെയിമിൽ അറിയപ്പെടുന്നത് എന്താണ്? ഡിപ്പോസിറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. എ ബാങ്കേഴ്സ് ബോറോയിങ് ഫ്രം എ കസ്റ്റമർ ത്രൂ എ ഡെപ്റ്റ് ഈസ് ബൈ എ ഡിഗ്നിഫൈഡ് നെയിം ഡിപ്പോസിറ്റ്. അടുത്ത, വെൻ എ കസ്റ്റമർ ഡിപ്പോസിറ്റ്സ് മണി ഇൻ ദ ബാങ്ക് ഹി ബിക്കംസ് ദ ജനറൽ ക്രെഡിറ്റർ ഓഫ് ദ ബാങ്ക്. ഒരു കസ്റ്റമർ പൈസ ബാങ്കിലോട്ട് ഇടുമ്പോഴത്തേക്കും ആ കസ്റ്റമർ ആ ബാങ്കിലെ ജനറൽ ക്രെഡിറ്റർ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. വെൻ എ കസ്റ്റമർ ഡിപ്പോസിറ്റ്സ് മണി ഇൻ ദ ബാങ്ക് ഹി ബിക്കംസ് ദ ജനറൽ ക്രെഡിറ്റർ ഓഫ് ദ ബാങ്ക്. ഹി കനോട്ട് ബി എ സെക്യൂർഡ് ക്രെഡിറ്റർ ഓഫ് ദ ബാങ്ക് ബിക്കോസ് ഹി ഡസ് നോട്ട് ഗെറ്റ് എനി ചാർജ് ഓൺ എനി അസറ്റ് ഓഫ് ദ ബാങ്ക്. ഹി ഈസ് ഓൺലി ആൻ ഓർഡിനറി, ജനറൽ ഓർ അൺസെക്യൂർഡ് ക്രെഡിറ്റർ ഓഫ് ദ ബാങ്ക്. അപ്പം ഡിപ്പോസിറ്റ് ഇട്ടെന്നും പറഞ്ഞ് എല്ലാം ആവത്തില്ല. ഇയാളെന്നാണ് ജസ്റ്റ് ഒരു ഓർഡിനറി അല്ലെങ്കിൽ ഒരു ജനറൽ അൺസെക്യൂർഡ് ക്രെഡിറ്റർ മാത്രമേ ആവത്തുള്ളൂ. ബട്ട് എ ബാങ്കർ ക്യാൻ ബി എ സെക്യൂർഡ് ക്രെഡിറ്റർ ഓഫ് ദ കസ്റ്റമർ. പക്ഷെ ബാങ്കറിന് ഒരു സെക്യൂർഡ് ക്രെഡിറ്റർ, കസ്റ്റമറിന്റെ സെക്യൂർഡ് ക്രെഡിറ്റർ ആകാൻ പറ്റും. വെൻ എ ബാങ്കർ അഡ്വാൻസ് മണി ടു ബി സെക്യൂർഡ് വെൻ എ ബാങ്കർ അഡ്വാൻസസ് മണി ടു എ കസ്റ്റമർ അഗെയിൻസ്റ്റ് സം ടാഞ്ചിബിൾ സെക്യൂരിറ്റീസ്. അപ്പം ബാങ്കറിന് എന്ത് ചെയ്യാൻ പറ്റും? പൈസ അഡ്വാൻസ് ആയിട്ട് കൊടുക്കാൻ പറ്റും, ചില സെക്യൂരിറ്റീസ് ഒക്കെ വെച്ചാൽ. ദ ബാങ്കർ ബിക്കം സെക്യൂർഡ് creditor, secured creditor. Banker is not bound to repay the customer deposit unless the customer makes an express demand for payment. An ordinary commercial debt is repayable even without an express demand by the creditor. അതായത് ഒരു ബാങ്കർ എന്ത് ചെയ്യും? കസ്റ്റമറിന്റെ ഡിപ്പോസിറ്റ് ഒരു കസ്റ്റമർ റീപേയ്മെന്റിന് എന്തോന്നാണ് എക്സ്പ്രസ് ഡിമാൻഡ് ചെയ്യുകയാണ്. ആൻ ഓർഡിനറി കൊമേഴ്ഷ്യൽ ഡെപ്റ്റ് ഈസ് റീപേയബിൾ ഈവൻ വിത്തൗട്ട് ആൻ എക്സ്പ്രസ് ഡിമാൻഡ് ബൈ ദ ക്രെഡിറ്റർ. അപ്പം ഒരു ഓർഡിനറി കൊമേഴ്ഷ്യൽ ഡെപ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റൂല? ഒരു എക്സ്പ്രസ് ഡിമാൻഡ് ബൈ ദ ക്രെഡിറ്റിൽ റീപേയബിൾ ചെയ്യാൻ പറ്റൂല. ആൻ ഓർഡിനറി കൊമേഴ്ഷ്യൽ ഡെപ്റ്റ് ഈസ് റീപേയബിൾ ഈവൻ വിത്തൗട്ട് ആൻ എക്സ്പ്രസ് ഡിമാൻഡ് ബൈ ദ ക്രെഡിറ്റർ. അതായത് പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഈവൻ വിത്തൗട്ട് ആൻ എക്സ്പ്രസ് ഡിമാൻഡ് ബൈ ദ ക്രെഡിറ്റർ. ഇൻ Simpson vs. Swiss Banking Corporation 1921, the court held that a customer's balance at a bank is not repayable until a demand of its payment is made by the customer. അടുത്ത് നോക്കാം, അതൊരു കേസാണ്. Simpson vs. Swiss Banking Corporation 1921. അടുത്ത് നോക്കാം. This provision is intended to protect the interest of the customer. ഈ ഒരു പ്രൊവിഷൻ നമ്മുടെ കസ്റ്റമറിന്റെ ഇൻട്രസ്റ്റ് ആയിട്ട് മാത്രമേ ഇന്റൻഡ് ചെയ്യത്തുള്ളൂ. This provision is intended to protect the interest of the customer. In the absence of such a provision, the banker may return the entire deposits of a customer by closing the account without reasonable notice and damage the customer's reputation through the dishonor of the checks already issued by the customer. ഈ ഒരു പ്രൊവിഷൻ എന്ത് പ്രൊട്ടക്ട് ചെയ്യുന്നു? നമ്മുടെ കസ്റ്റമറിന്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇൻ ദ ആബ്സെൻസ് ഓഫ് സച്ച് എ പ്രൊവിഷൻ. അപ്പോൾ ഈ ഒരു പ്രൊവിഷൻ ഇല്ലെങ്കിൽ ബാങ്കർ എന്ത് ചെയ്യും? മേ റിട്ടേൺ ദ എൻറ്റയർ ഡിപ്പോസിറ്റ്സ് ഓഫ് ദ കസ്റ്റമർ ബൈ ക്ലോസിംഗ് ദ അക്കൗണ്ട് വിത്ത് റീസണബിൾ നോട്ടീസ് വിത്ത് റീസണബിൾ നോട്ടീസ് ഒന്നും ഇല്ലാതെ തന്നെ എന്ത് ചെയ്യും? ബാങ്കർ ആ എൻറ്റയർ ഡിപ്പോസിറ്റിനെ റിട്ടേൺ ചെയ്യും. ഡാമേജസ് ദ കസ്റ്റമർ റെപ്യൂട്ടേഷൻ ത്രൂ ദ ഡിസോണർ ഓഫ് ദ ചെക്സ് ഓൾറെഡി ഇഷ്യൂഡ് ബൈ ദ കസ്റ്റമർ. ഇൻ ദ കേസ് ഓഫ് ഡെപ്റ്റ് ഡ്യൂ from the customer to the bank, no demand is necessary for making payment. A customer who has taken a loan from the bank can repay it even though there is no express demand from the bank. അതായത് ഇപ്പോൾ ഒരു കസ്റ്റമർ ബാങ്കിൽ നിന്ന് ഡ്യൂ എടുത്തിട്ട് അതായത് ലോൺ പോലത്തുള്ള ഡ്യൂ എടുത്തിട്ടുണ്ടെന്ന് വെച്ചോ. നോ ഡിമാൻഡ് ഈസ് നെസസറി ഫോർ മേക്കിംഗ്. അപ്പം ഒരു ഡിമാൻഡും വേണ്ട, പേയ്മെന്റ് നടത്താനായിട്ട് ഒരു ഡിമാൻഡും വേണ്ട. എ കസ്റ്റമർ ഹു ഹാസ് ടേക്കൺ എ ലോൺ ഫ്രം ദ ബാങ്ക് ക്യാൻ റീപേ ഇറ്റ് ഈവൻ ദോ ദർ ഇസ് നോ എക്സ്പ്രസ് ഡിമാൻഡ് ഫ്രം ദ ബാങ്ക്. റീപേ ചെയ്യാം. അപ്പോൾ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ അവർക്ക് എടുക്കാം, ഒരു ഡിമാൻഡിന്റെ ആവശ്യം ഇല്ല എന്നാണ് പറയുന്നത് ബാങ്കിന്. അടുത്ത പോയിന്റ്, എ കസ്റ്റമർ ഓഫ് എ ബാങ്ക് ക്യാൻ ഡിമാൻഡ് ദ റീപേയ്മെന്റ് ഓഫ് ഹിസ് കറന്റ് ഡിപ്പോസിറ്റ്സ്
or savings bank deposits whenever he wants, and banker is bound to repay the same by honoring the customer's checks. A customer of a bank can demand the repayment of his current deposits or savings bank deposits whenever he wants, and the banker is bound to repay the same by honoring the customer's checks. ഇപ്പോൾ ഒരു കസ്റ്റമറിന് അയാളുടെ കറണ്ട് ഡിപ്പോസിറ്റ്സ് അല്ലെങ്കിൽ സേവിങ്സ് ബാങ്ക് ഡിപ്പോസിറ്റ്സ് ഒക്കെ ഇപ്പോൾ റീപേയ്മെൻറ്റ് ചെയ്യണമെന്ന് അയാൾ ഒരു ചെക്ക് മുഖേന ബാങ്കറിൻ്റെ അടുത്ത് പറഞ്ഞു. ബാങ്കർ അത് റീപേ ചെയ്തേ പറ്റൂ. എ കസ്റ്റമർ ഓഫ് എ ബാങ്ക് ക്യാൻ ഡിമാൻഡ് ദ റീപേയ്മെൻറ്റ് ഓഫ് ഹിസ് കറണ്ട് ഡിപ്പോസിറ്റ്സ് ഓർ സേവിങ്സ് ബാങ്ക് ഡിപ്പോസിറ്റ്സ് whenever he wants, and the banker is bound to repay the same by honoring the customer's check. അടുത്ത, the demand for repayment of bank deposit should be made by the customer at the proper place. Demand for repayment of bank deposit should be made by customer at the proper place. Proper placeൽ മാത്രമേ റീപേയ്മെൻറ്റ് നടത്തത്തുള്ളൂ. The demand for repayment should be made at the same branch of the bank where the deposit is kept by the customer. അതായത് ഏത് ബ്രാഞ്ചിൽ നിന്നാണോ ഡിപ്പോസിറ്റ് ഇട്ടിരിക്കുന്നത് ആ ബ്രാഞ്ചിൽ നിന്ന് തന്നെ റീപേയ്മെൻറ്റ് നടത്താൻ പറയുന്നുണ്ട്. അതിൻ്റെ കുറച്ച് കാരണങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തത്, it is difficult for a branch other than one where the account is kept to know the state of affairs of the customers. അപ്പം ഇപ്പോൾ വേറൊരു ബ്രാഞ്ചിൽ പോയിട്ടാണ് ക്യാഷ് വിഡ്രോ ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് ഡിഫിക്കൽട്ടാണ്. അതായത് എന്തോന്ന് എങ്ങനെ അറിയാൻ പറ്റും? സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ഓഫ് കസ്റ്റമേഴ്സ് അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് അവർക്ക് അറിയാൻ പറ്റത്തില്ല, ഡിഫിക്കൽട്ടാണ്. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ ദ അതർ ബ്രാഞ്ചസ് ടു വെരിഫൈ ദ ജെന്യൂനസ് ഓഫ് ദ ഡ്രോയേഴ്സ് സിഗ്നേച്ചർ ആസ് ദേ ഡു നോട്ട് ഹാവ് ദ സ്പെസിമെൻ സിഗ്നേച്ചർ ഓഫ് ദ ഡ്രോയർ. അപ്പം നമ്മൾ ബാങ്കിലൊക്കെ പോകുമ്പോൾ നമ്മുടെ സിഗ്നേച്ചറൊക്കെ അവർ മേടിക്കും. അതുകൊണ്ട് തന്നെ എന്തോന്നാ വേറെ ബ്രാഞ്ചസിന് അവരെവിടെയാണോ അക്കൗണ്ട് തുടങ്ങി അവിടെ മാത്രമേ ഡ്രോയേഴ്സിൻ്റെ സിഗ്നേച്ചർ ജെന്യൂനസ് ആയിട്ട് അറിയാൻ, അത് ജെന്യൂൻ ആണോ എന്ന് അറിയാൻ പറ്റൂ. വേറെ ബ്രാഞ്ചിൽ പോയി നോക്കിയാൽ അത് അറിയാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ they do not have the specimen signature of the drawer. അതിലൊരു കേസാണ് ക്ലെയർ ആൻഡ് കമ്പനി വൈസസ് ഡ്രസ് സെൻറ്റർ ബാങ്ക് 1915. ക്ലെയർ ആൻഡ് കമ്പനി വൈസസ് എന്തോന്നാണ് വേഴ്സസ് ഡ്രസ് സെൻറ്റർ ബാങ്ക് 1950. It was held that the banker is not bound to honor the checks of the customer at a branch other than one the account is kept. In this case, the plaintiff had an account at the Berlin branch of the defendant bank. The head office of the defendant bank was in Germany. It had a branch in London. The plaintiff wrote to the London branch demanding payment of the balance due on the account at the Berlin branch. The London branch refused the demand. The plaintiff had not made a demand to the Berlin branch. The court held that the locality is an essential part of the debt owed by a banker to his customer, and that his obligation to repay was confined to the place where the account was kept. അടുത്ത കേസ് നോക്കാം. ഇൻ ഡൽഹി ക്ലോത്ത് ആൻഡ് ജനറൽ മിൽസ് കമ്പനി ലിമിറ്റഡ് വൈസസ് ഹർണം സിംഗ്. കേസസുകളുടെ പേര് നോക്കി വയ്ക്കുക. ഡൽഹി ക്ലോത്ത് ആൻഡ് ജനറൽ മിൽസ് കമ്പനി ലിമിറ്റഡ്, ഹർണം സിംഗ്. അടുത്ത് നെടുങ്ങാടി ബാങ്ക് ലിമിറ്റഡ് വൈസസ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. നെടുങ്ങാടി ബാങ്ക് ലിമിറ്റഡ്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. അടുത്ത പോയിന്റ് നോക്കാം. ഹവർ ദ കസ്റ്റമർ ക്യാൻ മേക്ക് സ്പെഷ്യൽ അറേഞ്ച്മെന്റ്സ് വിത്ത് ദ ബാങ്ക് ഫോർ ദ റീപേയ്മെന്റ് ഓഫ് ഹിസ് ഡിപ്പോസിറ്റ് അറ്റ് എ ബ്രാഞ്ച് അതർ ദാൻ വൺ വെയർ ദ ഡിപ്പോസിറ്റ് ഈസ് കെപ്റ്റ്. വേണമെങ്കിൽ കസ്റ്റമറിന് എന്ത് സ്പെഷ്യൽ അറേഞ്ച്മെന്റ്സ് നടത്താം വേറൊരു ബ്രാഞ്ചിൽ നിന്ന് നമുക്ക് ഡിപ്പോസിറ്റ്സ് വിഡ്രോ ചെയ്യാനായിട്ട്. സോ ആൾസോ ഇഫ് ദ ബ്രാഞ്ച് ഈസ് ഹെൽഡ് ക്ലോസ്ഡ് ഓർ ഇറ്റ്സ് നോട്ട് ഫംഗ്ഷനിങ്, ദ കസ്റ്റമേഴ്സ് ഡിമാൻഡ് ഫോർ റീപേയ്മെന്റ് ഓഫ് ഡിപ്പോസിറ്റ്സ് ക്യാൻ മേഡ് അറ്റ് ദ ഹെഡ് ഓഫീസ് ഓഫ് ദ ബാങ്ക്. അഥവാ ഇപ്പോൾ അത്യാവശ്യമായിട്ട് എന്തോന്ന് അവർക്ക് എങ്ങനെ റീഅറേഞ്ച് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ബ്രാഞ്ച് ഒരു സ്ഥലത്തുള്ളത് ക്ലോസ്ഡ് ആണ് അല്ലെങ്കിൽ നോട്ട് ഫങ്ഷനിങ് ആണ്. അപ്പോൾ ഈ കസ്റ്റമറിന് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ഹെഡ് ഓഫീസിൽ പോയിട്ട് റീപേയ്മെൻറ്റിനായിട്ട് നോക്കാം. അങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ദ കസ്റ്റമർ ഷുഡ് മേക്ക് ദ ഡിമാൻഡ് ഫോർ റീപേയ്മെൻറ്റ് ഓഫ് ഹിസ് ഡിപ്പോസിറ്റ് ഓൺ എ ബിസിനസ് ഡേ ആൻഡ് ഡ്യൂറിങ് ബിസിനസ് അവർ. അതായത് ഒരു ബിസിനസ് അവേഴ്സിൽ അല്ലെങ്കിൽ ബിസിനസ് ഡേയിൽ മാത്രമേ കസ്റ്റമറിന് റീപേയ്മെൻറ്റിന് അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ. എ ബാങ്കർ ഈസ് റിക്വയർഡ് ടു പേ ഹിസ് കസ്റ്റമേഴ്സ് ചെക്ക് ഓൺലി വെൻ ഇറ്റ് ഈസ് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ് ഓൺ എ വർക്കിംഗ് ഡേ ആൻഡ് ഡ്യൂറിങ് വർക്കിംഗ് അവേഴ്സ്. വർക്കിംഗ് ഡേയിൽ മാത്രമേ ചെക്കൊക്കെ നമുക്ക് നോക്കി പൈസയൊക്കെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഒരു ബാങ്കറിന് ആ ഒരു ഇതേ ഉള്ളൂ. അതിലൊരു കേസാണ് ജോയ് ചിംസൺ വൈസസ് സ്വിസ് ബാങ്കിങ് കോർപ്പറേഷൻ 1921. നമ്മൾ നേരത്തെ പഠിച്ച കേസ്.
അടുത്തത് നോക്കാം. ഇഫ് ദ ബാങ്കർ അവേഴ്സ് ദ കസ്റ്റമേഴ്സ് ചെക്ക് ഓൺ എ ഹോളിഡേ ഓർ ഔട്ട്സൈഡ് വർക്കിംഗ് അവേഴ്സ് ഹി വിൽ ബി അണ്ടർടേക്കിംഗ് റിസ്ക് ബിക്കോസ് പേയ്മെന്റ് മേഡ് ഓൺ എ ഹോളിഡേ ഓർ ഔട്ട്സൈഡ് ബാങ്കിങ് അവേഴ്സ് വിൽ നോട്ട് ബി എ പേയ്മെന്റ് ഇൻ ഡ്യൂ കോഴ്സ്. എന്തോന്നാണ്, വർക്കിംഗ് അവേഴ്സിലോ അല്ലെങ്കിൽ ബാങ്കിൻ്റെ അകത്ത് മാത്രമേ നമുക്ക് റീപേയ്മെന്റ് നടത്താവൂ, പുറത്ത് വെച്ചിട്ടൊന്നും നടത്തിക്കൂടാ. ഇനി ബാങ്കാണ് ഫുള്ള് റെസ്പോൺസിബിലിറ്റി. അടുത്തത് ദ കസ്റ്റമേഴ്സ് ഡിമാൻഡ് ഫോർ ദ പേയ്മെന്റ് ഓഫ് ഹിസ് ഡിപ്പോസിറ്റ് ഷുഡ് ബി മേഡ് ഇൻ റൈറ്റിംഗ്. This provision is intended to protect the interest of the customer. In the absence of such provision, നമ്മൾ നേരത്തെ നോക്കിയത്. ഓക്കെ, അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് സബ്സിഡറി ജനറൽ റിലേഷൻഷിപ്പ്. എന്താണ് സബ്സിഡറി ജനറൽ റിലേഷൻഷിപ്പ്? അപ്പോൾ ഒന്നാമത്തത് പ്രൈമറി ജനറൽ റിലേഷൻഷിപ്പ് ഡെപ്റ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പാണ് അതിൽ വരുന്നത്. സബ്സിഡറി ജനറൽ റിലേഷൻഷിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. ദ പ്രൈമറി റിലേഷൻഷിപ്പ് ഓഫ് എ ബാങ്കർ ആൻഡ് എ കസ്റ്റമർ ഈസ് ദാറ്റ് ഓഫ് എ ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ. പ്രൈമറി റിലേഷൻഷിപ്പ് ഓഫ് എ ബാങ്കർ ആൻഡ് കസ്റ്റമർ എന്തുവാണ്? ഡെപ്റ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പ്. ബിസൈഡ്സ് ദ പ്രൈമറി റിലേഷൻഷിപ്പ് ഓഫ് എ ഡെപ്റ്റർ ആൻഡ് creditor, the banker and the customer can also enter into several subsidiary relationships like that of a bailey and a bailor, trustee and a beneficiary, and an agent and a principal by special agreements or arrangements. അതായത് പ്രൈമറി റിലേഷൻഷിപ്പിനെ മാറ്റി വെച്ചാൽ എന്തോന്നാണ്, ബാങ്കറിനും കസ്റ്റമറിനും സെവറൽ സബ്സിഡറി റിലേഷൻഷിപ്പിലോട്ട് പോവാം. ലൈക്ക് ദാറ്റ് ഓഫ് ബെയിലി ബെയിലർ റിലേഷൻഷിപ്പ്, ട്രസ്റ്റി ബെനിഫിഷ്യറി റിലേഷൻഷിപ്പ്, ഏജന്റ് ആൻഡ് എ പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പ്. എങ്ങനെ സ്പെഷ്യൽ എഗ്രിമെന്റ്സ് ഓർ അറേഞ്ച്മെന്റ്സിലാണ് അവർ അങ്ങനത്തെ റിലേഷൻ. അപ്പോൾ സബ്സിഡറി ജനറൽ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ബെയിലർ ബെയിലി, ദെൻ ട്രസ്റ്റി ആൻഡ് ബെനിഫിഷ്യറി, പിന്നെന്താണ് ഏജൻസി ആൻഡ് പ്രിൻസിപ്പൽ. അപ്പോൾ ഒന്നാമത്തെ നമുക്ക് നോക്കാം, ബെയിലി ആൻഡ് ബെയിലർ. എന്താണ് ബെയിലി ആൻഡ് ബെയിലർ? വെൻ എ ബാങ്കർ അക്സെപ്റ്റ് വാല്യുബിൾസ് ആൻഡ് ഡോക്യുമെന്റ്സ് ഫ്രം എ കസ്റ്റമർ ഫോർ എ safe custody, he becomes a bailey and the customer becomes a bailor. അപ്പോൾ നോക്കാം, ഒന്നാമത്തെ പോയിന്റ് നോക്കാം. ഒരു ബാങ്കർ വാല്യുബിൾസ് ഡോക്യുമെന്റ്സ് ഒക്കെ ഒരു കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് മേടിക്കുമ്പോൾ എന്തിനു വേണ്ടി? സേഫ് കസ്റ്റഡി, ഫോർ സേഫ് കസ്റ്റഡി. അപ്പോൾ ഹി ബിക്കംസ് എ ബെയിലി. അപ്പോൾ ബാങ്കർ ആരാകുന്നു? ബെയിലി ആകുന്നു, കസ്റ്റമർ ബെയിലർ ആകുന്നു. അപ്പോൾ ബെയിലി ബെയിലർ എന്ന് പറഞ്ഞാൽ എന്താണ്? കസ്റ്റമറിന്റെ വാല്യുബിൾസ് ആയിട്ടുള്ള സാധനങ്ങളും ഡോക്യുമെന്റ്സ് ഒക്കെ സേഫ് ആയിട്ട് സൂക്ഷിക്കാൻ മേടിക്കുമ്പോൾ നമ്മുടെ ബെയിലി ബാങ്കർ ബെയിലിയും കസ്റ്റമർ ബിക്കംസ് ബെയിലറും ആവുന്നു. ആസ് എ ബെയിലി ദ ബാങ്കർ ഓഫ് സം ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ് ടു ദ കസ്റ്റമർ. അപ്പൊ ഇങ്ങനെ ബെയിലിക്ക് ബാങ്കറിനോട്, ബെയിലി ആയ ബാങ്കറിന് കുറച്ച് ഡ്യൂട്ടീസും ലയബിലിറ്റീസും ഒക്കെ കസ്റ്റമറിനോടുണ്ട്. അതൊക്കെ എന്താണെന്ന് നോക്കാം. He is required to safeguard the valuables and documents interested for safe custody with reasonable care. റീസണബിൾ കെയർ കൊടുത്തിട്ട് ആ കസ്റ്റമർ കൊടുത്ത ഡോക്യുമെന്റ്സും വാല്യുബിൾസ് ഒക്കെ എന്ത് ചെയ്യട്ടും സേഫ് ആയിട്ട് സൂക്ഷിക്കണം. അത് ആരുടെ ഡ്യൂട്ടിയാണ്? ബെയിലിയുടെ ഡ്യൂട്ടിയാണ്, ബാങ്കറിന്റെ ഡ്യൂട്ടിയാണ്. ഇഫ് ഹി ഫെയിൽസ് ടു ടേക്ക് റീസണബിൾ കെയർ ഇൻ ദ പ്രൊവിഷൻസ് ഓഫ് ദ വാല്യുബിൾസ് ആൻഡ് ഡോക്യുമെന്റ്സ് ഇൻട്രസ്റ്റഡ് ഫോർ സേഫ് കസ്റ്റഡി ആൻഡ് ദ കസ്റ്റമർ സഫേഴ്സ് എ ലോസ് ആസ് എ കോൺസിക്വൻസ്, ഹി ബിക്കംസ് ലയബിൾ ടു കോമ്പൻസേറ്റ് ദ കസ്റ്റമർ ഫോർ ദ ലോസ്. ഇപ്പോൾ ഈ ഒരു ബാങ്കർ ഇയാളുടെ വാല്യുബിൾസും ഡോക്യുമെന്റ്സും ഒന്നും സൂക്ഷിക്കാൻ വിട്ടുപോയിട്ട് എന്തെങ്കിലും ലോസ് സംഭവിച്ചാൽ ആ ലോസിന് ആരാണ് ലയബിള്? ഈ കസ്റ്റമറിന്റെ ലോസിന്, ആ കസ്റ്റമർക്കുണ്ടാക്കിയ നഷ്ടത്തിന് ആരാണ് ലയബിൾ ആകുന്നത്? ബെയിലിയാണ് ലയബിൾ ആകുന്നത്. ഇറ്റ് ഷുഡ് ബി നോട്ടഡ് ദാറ്റ് ബാങ്കർ ഈസ് ലയബിൾ ഓൺലി ഫോർ ദ ലോസസ് അറൈസിംഗ് ഔട്ട് ഓഫ് ഹിസ് നെഗ്ലിജൻസ് ആൻഡ് നോട്ട് ഫോർ ദ ലോസസ് അറൈസിംഗ് ഔട്ട് ഓഫ് റീസൺസ് ബിയോണ്ട് ഹിസ് കൺട്രോൾ. അയാളുടെ കൺട്രോളിലുള്ള എന്തെങ്കിലും നഷ്ടത്തിന് മാത്രമേ അയാൾ ലയബിൾ ആയിട്ടുള്ളൂ. പക്ഷെ അയാളുടെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും സംഭവിച്ചിട്ടാണ് ഇതിനൊക്കെ ലോസ് സംഭവിക്കണമെങ്കിൽ എന്തില്ല, റെസ്പോൺസ്, അയാൾ ലയബിൾ അല്ല എന്നാണ് പറയുന്നത്. അടുത്ത റിലേഷൻഷിപ്പ് ഈ സബ്സിഡറി ജനറൽ റിലേഷൻഷിപ്പിൽ അടുത്തതാണ് ട്രസ്റ്റി ആൻഡ് ബെനിഫിഷ്യറി. Trustee and beneficiary. A banker becomes the trustee of his customer when he is interested with some trust work. അതായത് ബാങ്കർ ട്രസ്റ്റി ആകുന്നത് എങ്ങനെയാണ്? അയാൾക്ക് ഒരു ട്രസ്റ്റ് വർക്കിന് ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ്. ഇഫ് എ കസ്റ്റമർ ഡിപ്പോസിറ്റ്സ് എ സർട്ടൈൻ സം ഓഫ് മണി വിത്ത് ദ ബാങ്കർ വിത്ത് സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻ ടു യൂസ് ദ സെയിം ഫോർ സ്പെസിഫിക് പർപ്പസസ്, the banker becomes the trustee
ട്രസ്റ്റി ഓഫ് ദ കസ്റ്റമർ ഇൻ റെസ്പെക്ട് ഓഫ് ദാറ്റ് മണി. അതായത് ഇപ്പം ട്രസ്റ്റി ആൻഡ് ബെനിഫിഷ്യറി റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ കസ്റ്റമർ കുറേ പൈസ ബാങ്കർക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് ബാങ്കറിൻ്റെ അടുത്ത് പറയും ഇന്ന പർപ്പസസിനുള്ളതൊക്കെയാണ് കാര്യങ്ങൾ ഒക്കെ നീ ചെയ്യണം എന്ന് പറഞ്ഞ് ബാങ്കറിനോട്ട് കൊടുക്കും. അപ്പം ആ ഒരു ട്രസ്റ്റാണ് ബെനിഫിഷ്യറി. അപ്പം അതിൻ്റെ ബെനിഫിഷ്യറി ഈ ബാങ്കർ ട്രസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ബെനിഫിഷ്യറി കസ്റ്റമർ ആയിരിക്കും. അപ്പം അതാണ് രണ്ടാമത്തത്. അടുത്തത് ഏജന്റ് ആൻഡ് പ്രിൻസിപ്പൽ. ഏജന്റ് ആൻഡ് പ്രിൻസിപ്പൽ എന്താണെന്ന് നമുക്ക് നോക്കാം. Agent and principal, when a banker undertake the following services, he becomes the agent of the customer. എങ്ങനെ താഴെ കൊടുത്തിരിക്കുന്ന കുറേ സർവീസുകളൊക്കെ ഒരു ബാങ്കർ അണ്ടർടേക്ക് ചെയ്യുകയാണെങ്കിൽ അയാളാണെന്ന് തോന്നുന്നു ഏജന്റ് എന്ന് പറയുന്നത്. കളക്ഷൻ ഓഫ് ചെക്സ്, ഡ്രാഫ്റ്റ് ആൻഡ് ബിൽസ്, അതായത് ചെക്സും ഡ്രാഫ്റ്റും ബിൽസും ഒക്കെ കളക്ട് ചെയ്യുന്നത്. കളക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻസ് ഓൺ സെക്യൂരിറ്റീസിലുള്ള അതിൻ്റെ ആ ഒരു സാധനങ്ങളുടെ ഇൻട്രസ്റ്റും ഡിവിഡൻസും ഒക്കെ കളക്ട് ചെയ്യുന്നത്. പേയ്മെന്റ് ഓഫ് പ്രീമിയം ആൻഡ് സബ്സ്ക്രിപ്ഷൻസ്, പ്രീമിയവും സബ്സ്ക്രിപ്ഷനൊക്കെ പേ ചെയ്യുന്നത്. പർച്ചേസസ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റീസ്, വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. അപ്പം 4 കാര്യങ്ങളാണുള്ളത്. കളക്ഷൻ ഓഫ് ചെക്സ്, ഡ്രാഫ്റ്റ് ആൻഡ് ബിൽസ്, കളക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻസ് ഓൺ സെക്യൂരിറ്റീസ്, പേയ്മെന്റ് ഓഫ് പ്രീമിയം ആൻഡ് സബ്സ്ക്രിപ്ഷൻ, പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റീസ്. As an agent, when the banker undertake the above services, ഒരു ഏജന്റ് ഒരു മുകളിലുള്ള ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ he is required to act in accordance with the instructions of the principal. അപ്പോൾ ഒരു ഏജന്റ് പ്രിൻസിപ്പലിന്റെ അതായത് കസ്റ്റമറിന്റെ ഇൻസ്ട്രക്ഷൻ വഴിയാണ് ആ ഏജന്റ് പ്രവർത്തിക്കേണ്ടത്. He has to return to the customer all the incomes which he earns as an agent of the customer. അതായത് കസ്റ്റമറിന് കൊടുക്കണം ഇൻകം, എത്ര ഇൻകം ആണ് കിട്ടിയത് അതെല്ലാം കസ്റ്റമറിന് കൊടുക്കണം. അതാണ് ഏജന്റ് ആൻഡ് പ്രിൻസിപ്പൽ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ്. അടുത്ത സ്പെഷ്യൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ബാങ്കർ ആൻഡ് എ കസ്റ്റമർ. എന്താണ് സ്പെഷ്യൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ബാങ്കർ ആൻഡ് എ കസ്റ്റമർ? സ്പെഷ്യൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ബാങ്കർ ആൻഡ് എ കസ്റ്റമർ refers to the special rights and obligation of the banker against the customer and vice versa. അതായത് സ്പെഷ്യൽ ആയിട്ടുള്ള ബാങ്കറിന്റെ റിലേഷൻഷിപ്പ്, റൈറ്റ്സും സ്പെഷ്യൽ റൈറ്റ്സും ഒബ്ലിഗേഷൻസും കസ്റ്റമറിനുള്ള ആ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള റൈറ്റ്സും ഡ്യൂട്ടീസും ആ കസ്റ്റമറിനെതിരെ എടുക്കാൻ അധികാരമുള്ള ഒരു റിലേഷൻഷിപ്പിനെയാണ് സ്പെഷ്യൽ റിലേഷൻഷിപ്പ് എ ബാങ്കർ ആൻഡ് എ കസ്റ്റമർ എന്ന് പറയുന്നത്. Special relationship refers to the mutual rights and obligations of the banker and the customer arising out of their general debtor and creditor relationship. ഈ ഒരു സ്പെഷ്യൽ റിലേഷൻഷിപ്പ് അതായത് മ്യൂച്വൽ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ ഓഫ് ബാങ്കർ ആൻഡ് കസ്റ്റമർ ഇത് എവിടെ നിന്നാണ് എടുത്തത്? ജനറൽ ഡെബ്റ്റർ ആൻഡ് ക്രെഡിറ്റർ റിലേഷൻഷിപ്പിൽ നിന്നാണ് ഈ ഒരു സംഭവം എടുത്തത്. The following rights and obligations arising out of their general debtor and creditor relationship. അപ്പോൾ എന്തൊക്കെയാണ് റൈറ്റ്സ് ആൻഡ് ബാങ്കേഴ്സ് റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ബാങ്കേഴ്സ് ഒബ്ലിഗേഷൻ ടു ഹോണർ കസ്റ്റമേഴ്സ് ചെക്ക്. ബാങ്കേഴ്സ് ഒബ്ലിഗേഷൻ ടു ഹോണർ കസ്റ്റമേഴ്സ് ചെക്സ്. When a current account is opened by a banker in the name of a customer, there is an obligation on the banker to honor the customer's checks. അതായത് ഒരു കറണ്ട് അക്കൗണ്ട് ബാങ്കർ നമ്മുടെ കസ്റ്റമറിന്റെ പേരിൽ എന്ത് ചെയ്യാണ്? ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ there is an obligation on the banker to honor the customer's check. അപ്പം അവിടെ അങ്ങനെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ബാങ്കറിന് ഒരു ഒബ്ലിഗേഷൻ ഉണ്ട്. എന്താണ്? കസ്റ്റമേഴ്സിന്റെ ചെക്സ് ഹോണർ ചെയ്യാനുള്ള ഒരു ഒബ്ലിഗേഷൻ ഉണ്ട്. The current deposits accepted by the banker from a customer are the debt due from the banker to the customer. അതായത് ഇപ്പം ബാങ്കർ അക്സെപ്റ്റ് ചെയ്ത ഡിപ്പോസിറ്റ്സ് ഫ്രം ദ കസ്റ്റമർ എല്ലാം എന്താണ്? ഡെപ്റ്റ് ഡ്യൂ ഫ്രം ദ ബാങ്കർ ടു ദ കസ്റ്റമർ ആണ്. ബാങ്കർ ടു ദ കസ്റ്റമർ ആണ്. ബാങ്കർ തിരിച്ചു കൊടുക്കാനുള്ള പൈസയാണ്. ദീസ് ഡെപ്റ്റ്സ് ആർ റീപേയബിൾ ബൈ ദ ബാങ്കർ ടു ദ കസ്റ്റമർ ഓർ ഡിമാൻഡ്. ഈ പൈസയൊക്കെ അതായത് ഈ ഡിപ്പോസിറ്റ് ചെയ്ത പൈസയൊക്കെ ബാങ്കർ കസ്റ്റമർ ഡിമാൻഡ് ചെയ്യുമ്പോൾ തിരിച്ചു കൊടുക്കണം. സോ വെനെവർ ദ കസ്റ്റമർ ഡിമാൻഡ് ദ റീപേയ്മെന്റ് ഓഫ് ഹിസ് deposits by issuing checks, there is a contractual obligation on the banker to honor his customers' checks and to repay his deposits. അപ്പം
ഈ കസ്റ്റമറിന് അയാളുടെ പൈസ റീപേ ചെയ്യണമെന്ന് ഡിമാൻഡ് ചെയ്യുമ്പോൾ ആർക്ക്, നമ്മുടെ ബാങ്കറിന് ഒരു ഒബ്ലിഗേഷൻ ഉണ്ട്. എങ്ങനെയാണ് അവർ ചോദിക്കുന്നത്? ഇഷ്യൂയിങ് ചെക്സ് ദർ ഈസ് അപ്പോൾ ഒരു കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ ബാങ്കറിനുണ്ട് ടു ഹോണർ ഹിസ് കസ്റ്റമേഴ്സ് ചെക്സ് ആൻഡ് ടു റീപേ ഹിസ് ഡിപ്പോസിറ്റ്സ്. അതാണ് ബാങ്കേഴ്സ് ഒബ്ലിഗേഷൻ ടു ഹോണർ കസ്റ്റമേഴ്സ് ചെക്ക്. ഒന്നാമത്തെ റൈറ്റ് ആണത്. ഓക്കെ, ബാങ്കേഴ്സ് ഒബ്ലിഗേഷൻ ടു ഹോണേഴ്സ് കസ്റ്റമേഴ്സ് ചെക്ക്. കസ്റ്റമേഴ്സിന്റെ ചെക്കിനോട് ഒരു ഒബ്ലിഗേഷൻ ബാങ്കേഴ്സിനുണ്ട്. അപ്പോൾ അതിലൊരു കേസ് ഉണ്ട്, ഗോപ് കിങ്സൺ വൈസസ് ഫോറസ്റ്റർ. ദ കോർട്ട് ഹെൽഡ് ദാറ്റ്. എന്താണ് ഗോപ് കിങ്സൺ വൈസസ് ഫോറസ്റ്റർ? The court held that banker is bound by his contract with the customer to honor the checks when he has sufficient funds in his hand. In India, the obligation of the banker to honor the checks in his customer is provided in Section 31 of the Negotiable Instrument Act 1881. ഇന്ത്യയിൽ അങ്ങനെ ഒരു ഒബ്ലിഗേഷൻ ഏത് സെക്ഷനിലാണ് കൊടുത്തിട്ടുള്ളത്? സെക്ഷൻ 31 ഓഫ് ദ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 1881. ഏത് സെക്ഷൻ? സെക്ഷൻ 31. ഏത് ആക്ട്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 1881. ഏത് സെക്ഷൻ? സെക്ഷൻ 31. ആൻഡ് ഏത് ആക്ട് ആണ്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 1881. ബൈ വിർച്യൂ ഓഫ് സെക്ഷൻ 31 ദ ഡ്രോയി ഓഫ് എ ചെക്ക്, അതായത് ബാങ്കർ ആരാണ്? ഡ്രോയി ഓഫ് എ ചെക്ക് എന്ന് പറഞ്ഞാൽ ആരാണ്? ബാങ്കർ. ഹാവിംഗ് സഫീഷ്യന്റ് ഫണ്ട്സ് ഓഫ് ദ ഡ്രോവർ ഇൻ ഹിസ് ഹാൻഡ്സ്, അതായത് ഡ്രോവർ എന്ന് പറഞ്ഞാൽ ആരാണ്? കസ്റ്റമറാണ്. ഡ്രോയി എന്ന് പറഞ്ഞാൽ ബാങ്കറാണ്, ഡ്രോയർ എന്ന് പറഞ്ഞാൽ കസ്റ്റമറാണ്. അപ്പം ഈ ഒരു ഡ്രോയറിന്റെ സഫീഷ്യന്റ് പൈസ ആരുടെ കയ്യിലുണ്ട്? ഡ്രോയിയുടെ കയ്യിലുണ്ട്. പ്രോപ്പർലി ആപ്ലിക്കബിൾ ടു ദ പേയ്മെന്റ് ഓഫ് സച്ച് ചെക്ക് must be pay the check when duly required to so, and in default of such payment must compensate the drawer for any loss or damage caused by such default. അപ്പം ഈ പൈസ നിൽക്കുമ്പോഴത്തേക്കും ഈ ഡ്രോയർ പൈസ റീപേ ചെയ്യുമ്പോഴത്തേക്കും ഡ്രോയിക്ക് എന്തെങ്കിലും അബദ്ധം സംഭവിച്ചു പോയാൽ ആ ലോസ് ആര് കോമ്പൻസേറ്റ് ചെയ്യണം? ഡ്രോയി തന്നെ കോമ്പൻസേറ്റ് ചെയ്യണം. The banker's obligation to honor checks of his customer is subject to the following condition. അതായത് ബാങ്കേഴ്സ് ഒബ്ലിഗേഷൻ, ചെക്സ് ഹോണർ ചെയ്യാനുള്ള ബാങ്കേഴ്സിന്റെ ഏതൊക്കെ കണ്ടീഷൻസിലാണ് അങ്ങനെ ചെയ്യാവുന്നത്? ഒന്നാമത്തത് സഫീഷ്യന്റ് ഫണ്ട്സ് മസ്റ്റ് ബി അവൈലബിൾ, അതായത് അവൈലബിൾ ആയിരിക്കണം, പൈസ ഉണ്ടായിരിക്കണം. സഫീഷ്യന്റ് ഫണ്ട്സ് മസ്റ്റ് ബി അവൈലബിൾ. ഇഫ് ദ ബാങ്കർ ഡസ് നോട്ട് ഹാവ് എ സഫീഷ്യന്റ് ഫണ്ട്സ് ഓഫ് ദ കസ്റ്റമർ ഹി കാൻ ഡിസോണർ ദ ചെക്ക് ഇഷ്യൂഡ് ബൈ ദ കസ്റ്റമർ. ഇപ്പോൾ കസ്റ്റമറിന്റെ പൈസ നമ്മുടെ ബാങ്കിൽ അയാൾ പറഞ്ഞത്ര കാശ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റൂല? ഡിസോണർ ചെയ്യാൻ പറ്റൂല. If the funds to the credit of the customer's account is at least equal to the amount of the check presented by the customer for payment, the banker should honor the check. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഈക്വൽ ആയിട്ടെങ്കിലും നിൽക്കണം. അതായത് ഒരു ചെക്ക് എഴുതി കൊടുക്കുമ്പോഴത്തേക്കും അയാളുടെ അക്കൗണ്ടിൽ അത്രയും എമൗണ്ട് എങ്കിലും ഉണ്ടായിരിക്കണമെങ്കിൽ മാത്രമേ ബാങ്കറിന് ചെക്ക് നമുക്ക് റീപേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇഫ് ദ ഫണ്ട്സ് ഓഫ് ദ കസ്റ്റമർ ലൈയിങ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ബാങ്കർ ആൻഡ് ഇൻസഫിഷ്യൻറ്റ് ടു പേ ദ ചെക്ക് in full, the banker need to take a payment for that check to the extent of the balance available. He can just dishonor that check. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? പൈസ അത്രയ്ക്ക് ഇല്ലെങ്കിൽ ആ ചെക്കിന് അയാൾക്ക് ഡിസോണർ ചെയ്യാനേ പറ്റൂ. അപ്പം ഇതാണ്, ഇഫ് ദ ബാങ്കർ ഡസ് നോട്ട് ഹാവ് സഫീഷ്യന്റ് ഫണ്ട്സ് ഓഫ് ദ കസ്റ്റമർ ഹി ക്യാൻ ഡിസോണർ ദ ചെക്ക് ഇഷ്യൂഡ് ബൈ ദ കസ്റ്റമർ. ഡിസോണർഡ് ചെക്ക് ഡിസോണർ ചെയ്യണം. ഡിസോണർ എന്ന് പറഞ്ഞാൽ ചെക്ക് തള്ളാം. ഇഫ് ദ ഫണ്ട്സ് ടു ദ ക്രെഡിറ്റ് ഓഫ് ദ കസ്റ്റമേഴ്സ് അക്കൗണ്ട് ഈസ് അറ്റ്ലീസ്റ്റ് ഈക്വൽ ടു ദ എമൗണ്ട് ഓഫ് ദ ചെക്ക് പ്രസന്റഡ് ബൈ ദ കസ്റ്റമർ ഫോർ പേയ്മെന്റ്, ദ ബാങ്കർ ഷുഡ് ഹോണർ ദ ചെക്ക്. ഇഫ് ദ ഫണ്ട്സ് ഓഫ് ദ കസ്റ്റമർ ലൈയിങ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ബാങ്കർ ആൻഡ് ഇൻസഫിഷ്യന്റ് to pay the check in full, the banker need not make a payment for the check to the extent of the balance available. He can just dishonor that check. In order to determine the sufficient of funds in the customer's account, only the funds in the particular current account should be considered. The funds held by this customer in another current account should not be taken into account. അപ്പോൾ അതിലൊരു കേസ് ഉണ്ട്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വൈസസ് വാത്തി സാമ്പ മൂർത്തി. കേസിന്റെ പേര് മാത്രം നോക്കി വെച്ചാൽ മതി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വൈസസ് വാത്തി സാമ്പ മൂർത്തി. സ്റ്റേറ്റ് ഓഫ് ബാങ്ക് ഓഫ് ഇന്ത്യ വാത്തി സാമ്പ മൂർത്തി. അടുത്തത് മുഹമ്മദൻ ഹുസൈൻ വൈസസ് ചാറ്റേഡ് ബാങ്ക് ആണ്. മുഹമ്മദൻ ഹുസൈൻ വൈസസ് ചാറ്റേഡ് ബാങ്ക്. മുഹമ്മദൻ ഹുസൈൻ വൈസസ് ചാറ്റേഡ് ബാങ്ക്. അപ്പോൾ അതുകൊണ്ട് ഇത് നിറയുണ്ട്. അടുത്ത പാർട്ടിൽ നോക്കാൻ വയ്യ.